ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തവണത്തെ ഹജ്ജ് കാലത്ത് 1301 പേർ മരണപ്പെട്ടതായി കണക്കുകൾ. ഇതിൽ കൂടുതലും അനധികൃത തീർത്ഥാടകരാണെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇങ്ങനെ മരിച്ചവരിൽ 83% അനുമതിയില്ലാതെ ഹജ്ജിനെത്തിയവരാണ്. ഇത്തരക്കാർക്ക് ശരിയായ താമസ സൗകര്യമോ വാഹനം ഉൾപ്പെടെയുള്ള മറ്റ് സൗകര്യങ്ങളോ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കും വിധം കഴിയേണ്ടി വന്നിട്ടുണ്ടാകാം. വാഹന സൗകര്യമില്ലാതെ വെയിലേറ്റ് ദീർഘദൂരം നടന്ന് ക്ഷീണിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ അതിവേഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിമപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഇത്തരക്കാരിൽ അധികവും പ്രായം ചെന്നവരും വിട്ടുമാറാത്ത രോഗബാധയുള്ളവരുമായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജ് കൂട്ടിച്ചേർത്തു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വേനൽ ചൂട് കടുക്കുമെന്ന് മുന്നറിയിപ്പ്. ചൂട് താങ്ങാൻ പറ്റാത്തതിനാൽ ഉച്ചയ്ക്ക് പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് നഗരത്തിലും മധ്യപ്രവിശ്യയിലും ഖസീം പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും താപനില ഗണ്യമായി ഉയരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജീസാൻ, അസീർ, അൽബഹ തുടങ്ങിയ തെക്കൻ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമെന്നും കേന്ദ്രം അറിയിച്ചു. ഹജ്ജ് സീസണിന് ശേഷം പുതിയ ഉംറ സീസണിന് തുടക്കമായി. ആദ്യത്തെ വിസ ഇഷ്യൂ ചെയ്തത് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബീഅ അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചാണിതെന്നും ലോകമെമ്പാടുമുള്ള ഉംറ തീർത്ഥാടകരെയും മദീന സന്ദർശകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഹജ്ജ് മന്ത്രി എക്സിൽ ട്വീറ്റ് ചെയ്തു. പതിവ് പോലെ ഹജ്ജ് സീസൺ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കുന്നത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഖാബൂറ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP പ്രസ്താവനയിൽ വ്യക്തമാക്കി. മസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലായത്തിൽ ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗമെത്തി താമസക്കാരെ രക്ഷപ്പെടുത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. 80 പേരെയാണ് കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഴുവൻ ആളുകളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് നിന്നുണ്ടായ തീപിടുത്തം താമസക്കാരെ പരിഭ്രാന്തരാക്കി. എന്നാൽ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ സംഭവ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനയുടെ പെട്ടെന്നുള്ള ഇടപെടലും രക്ഷാപ്രവർത്തനങ്ങളും ആളപായവും വലിയ അപകടങ്ങളും ഒഴിവാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താപനിലയ്ക്കൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും തുടർച്ചയായി ഓർമ്മപ്പെടുത്തുകയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടിരിക്കുന്നത്. ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അഥവാ തീപിടുത്തമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികൃതർ നിർദ്ദേശിച്ചു. എല്ലാ വൈദ്യുതി, ഗ്യാസ് സ്രോതസ്സുകളും ഉടൻ ഓഫ് ചെയ്യണം. തീ കൂടുതൽ പടരാതിരിക്കാൻ കത്തുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അവ നീക്കാൻ ശ്രമിക്കണം. വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് മറുഭാഗത്ത് തീയില്ലെന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ നിന്നും എല്ലാ വ്യക്തികളെയും സാധ്യമാകുന്ന വേഗതയിൽ സുരക്ഷിതമായി ഒഴിപ്പിക്കുക. പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെയും സഹായിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകണം. ശക്തമായി പുകയിൽ ശ്വാസം മുട്ടുന്നത് തടയാനായി നനഞ്ഞ തൂവാല കൊണ്ട് വായും മൂക്കും മൂടാം. സഹായത്തിനായി ഉടൻ തന്നെ 9999 എന്ന നമ്പറിലോ 24343666 എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാം. എമർജൻസി എക്സിറ്റ് ഉപയോഗിക്കുക. സാധ്യമെങ്കിൽ തീജ്വാലകളെ ചെറുക്കാനായി ഫയർ ബ്ലാങ്കറ്റ് പോലെ ലഭ്യമായ ഏതെങ്കിലും അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുക. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കാനായി തീയുള്ള സ്ഥലത്തേക്ക് വീണ്ടും പോകാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അധികൃതർ മുന്നോട്ട് വെച്ചത്. ബഹ്ല വിലായത്തിലെ നദാൻ പ്രദേശത്ത് പർവ്വത മുകളിൽ കുടുങ്ങിയ ഹൈക്കിംഗ് സംഘത്തിന് റോയൽ ഒമാൻ പോലീസ് രക്ഷകരായെത്തി. 5 അംഗ സംഘമാണ് ട്രക്കിങ്ങിനിടെ മലമുകളിൽ കുടുങ്ങിയത്. ഇവരിൽ ഒരാൾക്ക് കാലിന് പരിക്കേൽക്കുകയും മറ്റ് ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്യുകയായിരുന്നു. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഏവിയേഷൻ വിഭാഗം 5 പേരെയും ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ ദാഹിറ ഗവർണറേറ്റിലെ യങ്കൽ വിലായത്തിൽ മലമുകളിൽ നിന്നും വീണ് ആൾ മരണപ്പെട്ടു.
അപകട വിവരം അറിഞ്ഞ് ഇവിടെയെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗവും റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗവും ചേർന്ന് ഇയാളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഹൈക്കിങ്ങും ട്രക്കിങ്ങും നടത്തുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കയറുന്നതിനിടെ കാൽ തെന്നി വീണും മലമുകളിൽ കുടുങ്ങിയും നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ഒമാനിൽ നിന്നുള്ള ഏക മലയാളി സംഘം തിരിച്ചെത്തി. ഈ വർഷം 60 മലയാളികളായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ മൗലവിയാണ് ഹജ്ജ് യാത്രാ സംഘത്തെ നയിച്ചിരുന്നത്. മലയാളി ഹജ്ജ് ഗ്രൂപ്പിൽ എല്ലാ സംഘടനാ വിഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതും ഈ വർഷത്തെ പ്രത്യേകതയായിരുന്നു. 2500 റിയാലാണ് ഹാജിമാരിൽ നിന്നും ഈടാക്കിയിരുന്നത്. ഹജ്ജ് യാത്ര ഉദ്ദേശിച്ചവർക്കായി എല്ലാ സഹായ സഹകരണങ്ങളും സുന്നി സെന്ററിന്റെ ഹജ്ജ് സെൽ ചെയ്തു കൊടുത്തിരുന്നു. ദോഫാറിൽ നിരവധി വന്യമൃഗങ്ങളെ കടത്തിയ സംഭവത്തിൽ 2 പേരെ കോടതി ശിക്ഷിച്ചു. 1 വർഷം തടവിനും 1000 റിയാൽ പിഴയടക്കാനുമാണ് കോടതി ഉത്തരവിട്ടത്. സലാലയിലെ അപ്പീൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള 2 പേരെയാണ് ശിക്ഷിച്ചത്. മറ്റുള്ളവരുമായി പങ്കുചേർന്നായിരുന്നു ഇവർ മൃഗങ്ങളെ കടത്തിയത്. മൃഗങ്ങളും പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകിട്ടാനും കോടതി നിർദ്ദേശിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ജാലാൻ ബനിബു അലയിലാണ് സംഭവം. ഏഷ്യൻ പൗരനായ ആളാണ് പിടിയിലായത്. ഇതേ രാജ്യത്തിൽപ്പെട്ടയാൾ തന്നെയാണ് കൊല്ലപ്പെട്ടതും. ഇരുവരും തമ്മിലുണ്ടായ വ്യക്തിപരമായ തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ കാർഷിക സീസണിൽ ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിൽ 20 ടൺ റോസാപ്പൂക്കൾ ഉൽപ്പാദിപ്പിച്ചു. ചെറുകിട ഇടത്തരം സംരംഭ വികസന അതോറിറ്റിയിലെ ബിസിനസ് സെന്ററിലും ഇൻക്യുബേറ്ററുകളിലും ഉൽപ്പാദിപ്പിച്ച പൂവുകളുടെ അളവാണിത്. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഉൽപ്പാദനത്തിൽ 9 ടണ്ണിന്റെ വർധനവാണ് കൈവരിച്ചത്. ഭക്ഷണം, പാനീയങ്ങൾ, ക്രീമുകൾ പോലുള്ള സൗന്ദര്യവർദ്ധക വ്യവസായങ്ങളിലും സുഗന്ധമുള്ള സോപ്പിന്റെ നിർമ്മാണത്തിലും റോസാപ്പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. എയർ ഇന്ത്യയുടെ മസ്കറ്റ്, ഡൽഹി വിമാന സർവീസുകളും നിർത്തലാക്കുന്നു. ഈ മാസം 29-ന് മസ്കറ്റിൽ നിന്നും രാത്രി 10:35-ന് പുറപ്പെട്ട് പുലർച്ചെ 3:10-ന് ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ നിന്നും വൈകുന്നേരം 7:45-ന് പുറപ്പെട്ട് രാത്രി 9:35-ന് മസ്കറ്റിലെത്തുന്ന വിമാനം റദ്ദ് ചെയ്തതായാണ് അറിയിപ്പുള്ളത്. മസ്കറ്റ്, ഡൽഹി സെക്ടറിലെ എയർ ഇന്ത്യയുടെ അവസാന വിമാനം ഈ മാസം 29-നായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. യാത്രക്കാർക്ക് മുഴുവൻ പണവും തിരിച്ചു വാങ്ങാമെന്നും മുംബൈ വഴി ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലോ എയർ ഏഷ്യയിലോ എയർ വിസ്താരയിലോ ടിക്കറ്റുകൾ യാതൊരു അധിക ചെലവുമില്ലാതെ മാറ്റി ബുക്ക് ചെയ്യാമെന്നും അറിയിപ്പിലുണ്ട്. 7 ദിവസത്തിനുള്ളിൽ ടിക്കറ്റുകൾ മാറ്റി ബുക്ക് ചെയ്യുന്നവർക്കാണ് അധിക ചെലവില്ലാതെ ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യാൻ സാധിക്കുക. എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ മസ്കറ്റ്, ഡൽഹി സെക്ടറിൽ ഈ മാസം 29-ന് ശേഷം സർവീസുകൾ കാണിക്കുന്നില്ല. ഈ സെക്ടറിൽ ഇനി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്താനാണ് സാധ്യത. നേരത്തെ എയർ ഇന്ത്യ സർവീസ് നടത്തിയിരുന്ന മസ്കറ്റ്, മുംബൈ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സെക്ടറിൽ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് ദിവസേന സർവീസുകളുണ്ട്. നേരത്തെ സർവീസ് നടത്തിയിരുന്ന മസ്കറ്റ്, ബാംഗ്ലൂരു സെക്ടറിലും സമാനമായ അവസ്ഥയാണുള്ളത്. എയർ ഇന്ത്യയുടെ ഡൽഹി സർവീസ് നിലയ്ക്കുന്നതോടെ മുംബൈയിലേക്കും ബാംഗ്ലൂരുവിലേക്കും ഡൽഹി വഴി നടത്തുന്ന സർവീസുകൾ ഇല്ലാതാകും.